നമ്മുടെ ഒരു ഫോഴ്സിന്റെ ട്രാവലറിൽ നിന്ന് ഒരു ആംബുലൻസിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു ICUലുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഇതിനകത്തുണ്ട് അല്ലേ? NICU എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ PICU എന്നൊക്കെ പറയുന്നത്? 2 നേരം കഴിച്ച് 2 നേരം അല്ല ഒത്തിരി ഇല്ല അതിനുവേണ്ടി ഒന്നും സമയം ഒരുപാടൊന്നും കളഞ്ഞിട്ടില്ല. ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ അതെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു ആംബുലൻസ് ആണ് കേട്ടോ. കേരള ടു വെസ്റ്റ് ബംഗാൾ വെറും 36 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ആംബുലൻസ് ആണ്. അപ്പോൾ ഈ ഒരു ആംബുലൻസ് ഇവർക്ക് 3 വണ്ടിയുണ്ട്, D ലെവൽ ആംബുലൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 വണ്ടിയുടെയും ഒരു ചെറിയ റിവ്യൂവും അതുപോലെ തന്നെ ആ ഒരു ക്രൂവിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ. വെൽക്കം ബാക്ക് ടു മല്ലു റാപ്റ്റർ. ഇറ്റ്സ് മീ രഞ്ജു ആൻഡ് സ്ട്രേറ്റ് ടു ദ വീഡിയോ. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാനൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാം. ഈ ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ന ജോബ് സീക്കിംഗ് ആപ്പാണ്. അതായത് പഠിത്തമൊക്കെ കഴിഞ്ഞ് സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട് ജോബ് അന്വേഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആപ്പിനകത്ത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബൈജൂസ്, പേടിഎം അതുപോലെ ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഓഫ് കമ്പനീസിൽ ജോബ് കിട്ടാനായിട്ട് ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കേട്ടോ ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, OTP വരും, OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട ലാംഗ്വേജ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെയിം, ജോബ് സിറ്റി, അതുപോലെ ഏത് ലൊക്കേഷനിലാണ് നമുക്ക് ജോബ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആണോ, നമ്മൾ എക്സ്പീരിയൻസ് അല്ലയോ, അത് yes or no കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏത് ടൈപ്പ് ജോബാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പ് നമുക്കിവിടെ ഒരുപാട് ടൈപ്സ് കാണാം. അതിലേത് ടൈപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. 80,000 റുപ്പീസ് സാലറി കിട്ടുന്ന ജോബ് വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബൈജൂസ്, ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലെ ഒരുപാട് കമ്പനീസിൽ പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈമായിട്ടും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് സാലറി വേരി ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. അതുപോലെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കാം. അപ്പോൾ അതെ, ഇതാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വന്നിട്ടുള്ള D ലെവൽ ആംബുലൻസ് കേട്ടോ. അതുപോലെ തന്നെ നോർമൽ 2 ആംബുലൻസ് ഉണ്ട്. ഇത് വെട്ടിക്കോടുള്ള സ്വാന്തനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് ആംബുലൻസ്, അതായത് ഈ ഒരു പർട്ടിക്കുലർ വണ്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ വണ്ടിയാണ് കേരള ടു വെസ്റ്റ് ബംഗാൾ വെറും 36 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ D ലെവൽ മൊബൈൽ ICU ആംബുലൻസ് ആണ്. പിന്നെ ഇത് നോർമൽ ഒരു ആംബുലൻസ് ആണ് വരുന്നത്. അപ്പോൾ 3 ആംബുലൻസ് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു ആംബുലൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു വണ്ടി ഭയങ്കര ലുക്കാണ് കാണാൻ അല്ലേ. ശരിക്കും ഒരു രക്ഷകനാണ് ഈ കിടക്കുന്ന 3 എണ്ണം. അപ്പോൾ ഈ ഒരു ആംബുലൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് ആംബുലൻസ് എന്നൊക്കെ എഴുതിയേക്കുന്ന റൈറ്റിംഗ് ഉണ്ടോ, ഇതെന്താ തിരിച്ചെഴുതിയേക്കുന്നതെന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും. നമ്മൾ ഫ്രണ്ടിൽ ഒരു വണ്ടിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ ആ ഒരു റിയർ വ്യൂ മിററിൽ ശരിക്കും നേരെ ആംബുലൻസ് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരിച്ച് ആംബുലൻസ് എന്ന് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ മേളിൽ നമുക്ക് ആ ഒരു സയറിനും ബാക്കി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ 3 വണ്ടിയിലും ഉണ്ട് കേട്ടോ. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ അവിടെ D ലെവൽ മൊബൈൽ ICU എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കാണുവാണെങ്കിൽ നോർമൽ ഫോഴ്സിൻ്റെ ട്രാവലർ തന്നെ. പിന്നെ സൈഡിലോട്ട് വരികയാണെങ്കിൽ അതെ സൈഡിലാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഫുള്ള് എഴുതി വെച്ചിരിക്കുന്നത്. ICCU, NICU, വെൻറ്റിലേറ്റർ വാൻ, അങ്ങനെ കുറേ കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ D ലെവൽ മൊബൈൽ ICU ആംബുലൻസ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താണ്
അപ്പോൾ ഈ ഡി ലെവൽ ആംബുലൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൻ്റെ ക്രൂവിനോട് ചോദിക്കാം. അതുപോലെ തന്നെ ഇവർ ആ ഒരു വെസ്റ്റ് ബംഗാൾ വരെ കവർ ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ബാക്കിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ബാക്കിൽ സ്പെയർ വീലിലൂടെ അലോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക്, എന്തായാലും അത്യാവശ്യം ലുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ഡിജിറ്റൽ ബോർഡ് കാണാം. നമ്മൾ ഒട്ടുമിക്ക ബസ്സിലൊക്കെ കാണത്തില്ലേ, ആ ഒരു സാധനമാണ് ഈ വരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ ICCU, NICU, PICU അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ ഒരു വണ്ടിക്കകത്ത് കുറേ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് എന്തായാലും കാണാം. പിന്നെ ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നോർമൽ നമ്മൾ കണ്ടുവരുന്ന ആംബുലൻസ് തന്നെയാണ് ഈ രണ്ടെണ്ണം, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാത്തത്. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞാൽ. സൈഡ് പ്രൊഫൈലിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ലുക്കായിട്ടുണ്ടല്ലോ വണ്ടി, നമ്മളെപ്പോഴും റോഡിൽ കാണുന്ന വണ്ടിയാണ്. പിന്നെ വീൽ സൈസൊക്കെ നോക്കുകയാണെങ്കിൽ സെയിം നമ്മുടെ ട്രാവലറിൽ വരുന്ന വീൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, എല്ലാം ഫുള്ളി സ്റ്റോക്ക് കണ്ടീഷനാണ്. പിന്നെ ആംബുലൻസിന് വേണ്ടിയിട്ടാണ് ട്രാവലർ മെയിൻലി ഓൾട്ടർ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടിയുടെ എക്സ്റ്റീരിയർ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡി ലെവൽ ആംബുലൻസിൻ്റെ ഇൻറ്റീരിയർ കേട്ടോ. അതായത് ബാക്കി പേഷ്യൻസിനെയും കാര്യങ്ങളും കിടത്തുന്നതും അതുപോലെ ബാക്കി എക്യുപ്മെൻറ്റ്സും എല്ലാം ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ നേഴ്സാണ് ഈ ചേട്ടൻ. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? അരുൺ. അപ്പോൾ ചേട്ടനാണ് നമുക്കിത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ബാ. അപ്പോൾ എന്തൊക്കെയാണ് ചേട്ടാ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ? ഇതിനകത്ത് വരുന്നത് നമുക്ക് ഫസ്റ്റ് വരുമ്പം ഹൈഡ്രോളിക് സ്ട്രെച്ചർ. ഹൈഡ്രോളിക് ആണല്ലേ സ്ട്രെച്ചർ വരുന്നത്. സ്ട്രെച്ചറാണ്. അപ്പോൾ നമ്മൾ വെളിയിലോട്ട് എടുക്കുമ്പോൾ ഫുള്ള് ഇതായിട്ട് വരും അല്ലേ, 3 വരും. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ പോർട്ടബിൾ ഓക്സിജൻ ഉണ്ട്. ബാ കയറിയോ, നമുക്ക് അങ്ങനെ നോക്കാം. പിന്നീട് വരുമ്പോൾ ഇതാണ് സ്ട്രെച്ചർ വരുന്നത്. വരുന്നത് പിന്നെ ഇവിടെ ബൈസ്റ്റാൻഡേഴ്സ് ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. EMT സീറ്റ്. അതെന്ത് EMT സീറ്റ് എന്ന് പറയുമ്പോൾ? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ഇരിക്കാനുള്ള അല്ലേ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബാക്കി സ്റ്റോറേജ് യൂണിറ്റും കാര്യങ്ങളൊക്കെ, ഓക്സിജൻ്റെ ഒക്കെ ഇതൊക്കെയാണല്ലേ വരുന്നത്. ഓക്സിജൻ്റെ ഇത്. പിന്നീട് എമർജൻസി മെഡിസിൻസ് വരുന്നുണ്ട്. എമർജൻസി മെഡിസിൻസ് മെയിനായിട്ട് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് എമർജൻസി മെഡിസിൻസ് എന്ന് പറയുമ്പോൾ? ഒരു നോർമൽ നമുക്ക് ഒരു ചെറിയൊരു അത്യാഹിതം വന്നാലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ. ടൈമിൽ യൂസ് ചെയ്യാനുള്ള കാർഡിയക് മെഡിസിൻസ് ഉണ്ട്. അതേപോലെ തന്നെ ICU മെഡിസിൻസ്, പിന്നെ IV ഫ്ലൂയിഡ്സ് ഉണ്ട്, പിന്നെ സിറിഞ്ചസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് നമ്മുടെ ഗ്ലൂക്കോസ് കാര്യങ്ങൾ നമുക്ക് എമർജൻസി ആയിട്ട് വരുമ്പോൾ യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരു ചെറിയ വാഷ് ബേസിൻ സെറ്റപ്പ് ഉണ്ടല്ലേ. പിന്നെ നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഓക്കെ. പിന്നെ ഒരു ഫാൻ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഇത് ഓക്സിജൻ യൂണിറ്റ് ആണ്. നമുക്ക് മെയിനായിട്ട് 2 സിലിണ്ടറാണ് വരുന്നത്. 2 ഹെവി സിലിണ്ടർ വരുന്നുണ്ട്. പിന്നീട് ഫ്ലോമീറ്റേഴ്സ് വരുന്നുണ്ടല്ലേ. ഓക്സിജന്റെ ആ ഒരു സിലിണ്ടറും കാര്യങ്ങളും ഒക്കെ എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? പുറത്തുനിന്ന് കാണിച്ചു തരാം. പുറത്തുനിന്ന് കാണാൻ പറ്റും അല്ലേ? കാണാൻ പറ്റും. നമുക്ക് 2 ഹെവി സിലിണ്ടറാണ് വരുന്നത്. പിന്നീട് ഇതാണ് നമ്മുടെ ഡി ലെവൽ ICU. ഡി ലെവൽ മീൻസ് നമ്മുടെ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് വെഹിക്കിൾ. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഡി ലെവൽ എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് വെഹിക്കിൾ അങ്ങനെയാണല്ലേ വരുന്നത്. അതുപോലെ ICU വെഹിക്കിൾ. നോർമൽ നമ്മുടെ ഹോസ്പിറ്റലിലെ ഒരു ICUയിലുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഇതിനകത്തുണ്ടല്ലേ. പിന്നെ ഈ നോർമലി നമുക്ക് ICCU, NICU എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ PICU എന്നൊക്കെ പറയുന്നത്? പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. കൊച്ചു കുട്ടികളെ ജനിച്ച് 28 ദിവസം വരെയുള്ള കുട്ടികളെ നിയോണാറ്റൽ എന്ന് പറയുന്നത്. അതാണ് NICU. 28 ദിവസം കഴിയുമ്പോൾ പീഡിയാട്രിക്, അതാണ് PICU. പിന്നെ നോർമൽ നമ്മുടെ ICCU കാർഡിയക് കെയർ യൂണിറ്റ് ഉണ്ട്. അങ്ങനെയാണ് വരുന്നത് അല്ലേ. പിന്നെ ഈ സാധനങ്ങളൊക്കെ ICU വെഹിക്കിളിന്റെ മെയിൻ വെന്റിലേറ്റർ ആണല്ലേ. പിന്നെ നോർമലി ബ്രീത്തിങ് എടുക്കാൻ പറ്റാത്ത പേഷ്യന്റിന് നമ്മൾ വെന്റിലേറ്റർ സപ്പോർട്ട് ഇൻറ്റുബേറ്റ് ചെയ്തിട്ട് വെന്റിലേറ്ററിൽ ഇടും. അങ്ങനെയാണ് വെന്റിലേറ്റർ വരുന്നത്. ഇത് വരുമ്പോൾ അപ്പൊ അത് നമ്മുടെ ഓക്സിജൻ മാസ്ക് വെക്കുന്ന പോലെ മാസ്ക് അല്ല, ഇത് നമ്മൾ പേഷ്യന്റിന്റെ ലങ്സിലേക്ക് ഡയറക്റ്റ് ട്യൂബ് ഇട്ടിട്ട് വെന്റിലേറ്റർ കണക്ട് ചെയ്യും. അങ്ങനെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ബാക്കി പിന്നീട് വരുമ്പോൾ ഇത് NIV എന്ന് പറയും. ഈ വെന്റിലേറ്ററിനേക്കാളും മുമ്പുള്ള സമയം. ഇതിനകത്താണ് വെന്റിലേറ്ററിന്റെ അത്രയും ഉപയോഗം ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ NIV വെക്കും. ബൈപ്പാപ്പ്, CPAP മാസ്കിനകത്ത് നമ്മൾ NIV സപ്പോർട്ടിലാണ് പേഷ്യന്റ് വെക്കുന്നത്. അതാണ് ബൈപ്പാപ്പ്, CPAP. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ ആ ഒരു ഓക്സിജൻ സിലിണ്ടറിന്റെ അല്ലേ, ഫ്ലോമീറ്റർ ആണ്. പിന്നെ ബാക്കി വരുമ്പോൾ പിന്നീട് വരുമ്പോൾ ഇത് കാർഡിയക് മോണിറ്റർ. ഇത് കാർഡിയക് മോണിറ്റർ അല്ലേ.
ഇതിലെ നമ്മളില്ലേ ടിവിയിലൊക്കെ കണ്ടിട്ടുള്ള ആ സാധനം തന്നെ. ഇങ്ങനെ ഹാർട്ട് ഗ്രാഫ് വരും അല്ലേ? ഹാർട്ട് റേറ്റ്, ECG, ബോഡി സാച്ചുറേഷൻ ലെവല്, പിന്നെ റെസ്പിറേറ്ററി റേറ്റ്, BP, ഇതെല്ലാം ഇതിനകത്ത് മോണിറ്ററിനകത്ത് കാണും. ഓക്കെ. പിന്നെ ഈ ഒരു ഐറ്റം എന്താ? പിന്നീട് ഇത് വരുമ്പം ഇത് സിറിഞ്ച് പമ്പാണ്. സിറിഞ്ച് പമ്പ് എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യന്റിന് ഇപ്പോൾ BP ഒന്നും മെയിൻറ്റെയിൻ ആവാത്ത പേഷ്യന്റിന് നമ്മൾ ഒരു 50cc സിറിഞ്ചിനകത്ത് ഇഞ്ചക്ഷൻ ലോഡ് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് വെക്കും. അതായത് ഒരു 1 hourൽ ഇത്ര ml പേഷ്യന്റെ ബോഡിയിലേക്ക് കയറുന്ന രീതിയിൽ അതാണ് ഇത് സിറിഞ്ച് പമ്പ്. അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാവുന്ന അല്ലേ? അതും സിറിഞ്ച് പമ്പാണ്. ഈ രണ്ടെണ്ണം സിറിഞ്ച് പമ്പാണ് വരുന്നത്. അപ്പോൾ ചെറിയൊരു ഡിസ്പ്ലേ, അതുപോലെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇത് വരുമ്പോൾ സക്ഷൻ മെഷീനാണ്. സക്ഷൻ മെഷീനോ? ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ സെക്രീഷൻസ് അതേപോണൊക്കെ വരുമ്പോൾ നമുക്ക് സക്ഷൻ ചെയ്ത് മാറ്റാനുള്ള ഒരു സിസ്റ്റമാണ് വരുന്നത് അല്ലേ? പിന്നെ ബാക്കി അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആംബുലൻസിനകത്ത് വരുന്നത്. ലെവൽ ആംബുലൻസിനകത്ത് വരുന്നത്. പിന്നീട് നമുക്ക് നിയോണാറ്റൽ പീഡിയാട്രിക് വെന്റിലേറ്റർ ഉണ്ട്, ഇൻക്യുബേറ്റർ ഉണ്ട്. അത് നമുക്കിപ്പോൾ എത്തിയിട്ടില്ല, നമ്മൾ ഓർഡർ കൊടുത്തിട്ടേ ഉള്ളല്ലേ? അപ്പോൾ അതും ബാക്കി വരുമ്പോൾ അതെല്ലാം കൂടി ഇതിൽ തന്നെയാണോ സെറ്റ് ചെയ്യുന്നത്? ഇത് കമ്പയർ ചെയ്യാം മറ്റേ നോർമൽ ആംബുലൻസിൽ നമുക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ട് പോകാനുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ അല്ലേ? നോർമൽ ആംബുലൻസിൽ വരുമ്പോൾ നമുക്ക് ഓക്സിജൻ സിലിണ്ടർ മാത്രമേ ഉള്ളൂ, ബാക്കി ഈ കാര്യങ്ങളൊന്നും അതിൽ വരുന്നില്ല. ഇത് നമുക്ക് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ടാണ്. നോർമൽ വരുമ്പോൾ ബേസിക് ഇത് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ആംബുലൻസ് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ, അതായത് D ലെവലിലോട്ട് നോർമൽ ഒരു ആംബുലൻസിൽ നിന്ന് D ലെവലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമുക്ക് ഇപ്പോൾ അത്യാവശ്യം വേണ്ട ബേസിക് മെഷീൻസ് എല്ലാം വേണം. പിന്നെ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ EMT ഒരാൾ വേണം. അതാണല്ലേ അതിൻ്റെ ഒരു കാര്യം വരുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു വണ്ടിയുടെ ഓവറോൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് നമുക്ക് സ്പൈൻ ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സിഡൻറ്റ് കേസസ് ഒക്കെ എടുക്കുമ്പോൾ പേഷ്യൻസിന് സ്പൈൻ ഇഞ്ചറീസ്, ഫ്രാക്ചേഴ്സ് ഒക്കെ കാണുമല്ലോ. അപ്പോൾ ആ പേഷ്യൻസിനെ എടുക്കാൻ വേണ്ടിയാണ് സ്പൈൻ ബോർഡ്. ഇതിലാണല്ലേ എടുക്കുന്നത്? നോർമൽ ആ സ്ട്രെച്ചർ എടുക്കത്തില്ല. ഈ സ്ട്രെച്ചറിൽ എടുത്തിട്ട് നമ്മൾ അതിലോട്ട് മാറ്റുക. ഓക്കെ. ഇതാകുമ്പോൾ സ്പൈൻ ഇഞ്ചറി ഒക്കെ ഉണ്ടെങ്കിൽ പേഷ്യന്റിന് ക്ഷതമൊന്നും ഏൽക്കാതെ ബുദ്ധിമുട്ടില്ല. ഇത് കറക്റ്റ് ഫൈബർ ആണല്ലേ വരുന്നത്? ഫൈബറാണ്. അപ്പോൾ അതാണ് ഈ ഒരു പേഷ്യൻ്റ് ക്യാബിലെ കാര്യം. അതുപോലെ ഈ സൈഡിലായിട്ടാണ് ആ ഒരു ഓക്സിജൻ സിലിണ്ടേഴ്സ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മളകത്ത് കണ്ട ആ ഒരു ഓക്സിജൻ്റെ ആ 2 സിലിണ്ടേഴ്സാണ്. ഹെവി സിലിണ്ടേഴ്സ് അല്ലേ വരുന്നത്? ഹെവി 2 സിലിണ്ടേഴ്സ് ആ സൈഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യുകയും ചെയ്യാം, അകത്തോട്ട് കയറുകയും വേണ്ട അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കാര്യം വരുന്നത്. ഇനി നമുക്ക് ഡ്രൈവർ ക്യാബിലോട്ട് കയറി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ D ലെവൽ ICU ആംബുലൻസിൻ്റെ ആ ഒരു ക്യാബിനും കാര്യങ്ങളൊക്കെ കേട്ടോ. അത്യാവശ്യം നല്ല ലെതർ സീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് കയറിയിട്ട് ഇതിൻ്റെ ഡ്രൈവർ ചേട്ടൻ ഇരിപ്പുണ്ട്, ചേട്ടനോട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? രാജേഷ് അല്ലേ? അപ്പോൾ ചേട്ടനും കൂടെ അല്ലേ മറ്റേ 36 മണിക്കൂർ കൊണ്ട് ആ ഒരു വെസ്റ്റ് ബംഗാൾ വരെ കവർ ചെയ്തത്? അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ക്യാബിനിൽ വന്നിട്ടുള്ളത്? ഓരോ കാര്യങ്ങൾ പറയാം. നോർമൽ നമ്മുടെ ഒരു ഫോഴ്സിന്റെ ട്രാവലറിൽ നിന്ന് ഒരു ആംബുലൻസിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്? വരുന്നതെന്ന് പറഞ്ഞാൽ അലാറം വരുന്നുണ്ട്. ഇത് അലാറത്തിന്റെയാണ്. ഇത് 3 അലാറത്തിന്റെ. മോഡ്, പിന്നെ ബാർ ലൈറ്റ്, ആംബ്. പിന്നെ ഇത് നമ്മുടെ ബാക്ക് റിവേഴ്സ് ക്യാമറയുടെ ആണല്ലേ? ഇത് അതിന്റെ ആ ഒരു മോണിറ്ററും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണുന്നത്. ഇത് ഫ്രണ്ടിലെ ഫോർക്ക് ലാമ്പിന്റെ. പിന്നെ ഇത് ബ്ലിങ്കറിന്റെ, സൈഡ് ബ്ലിങ്കറിന്റെ സ്വിച്ചാ വരുന്നത് അല്ലേ? ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് AC യുടെ. ഇത് നമ്മുടെ ഫ്രണ്ട് ക്യാബിന്റെ ഫാൻ്റെ. അപ്പോൾ ഇത് ഫ്രണ്ടും ബാക്കും ഫുൾ AC അല്ലേ വരുന്നത്? ഫ്രണ്ട് ഇത് AC ഇല്ല, ബാക്ക് മാത്രമേ ഉള്ളൂ AC. ഓക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു ചാർജിങ് പോയിന്റ് ആണ്. പിന്നെ ഇതെന്താണ്? സ്റ്റീരിയോയുടെ കൺട്രോൾ അല്ലേ വരുന്നത്? പിന്നെ ഇത് മൈക്കാണ്. അലാറത്തിന്റെ തന്നെ മൈക്കല്ലേ? പിന്നെ ഇവിടെ നമുക്ക് കുറെ രജിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ആണ്. അതെന്താ? പേഷ്യന്റ് കെയർ ചെയ്തും അങ്ങനെയാണോ? പേഷ്യന്റ് നമ്മൾ എഴുതി വെക്കുന്ന രജിസ്റ്റർ ഇതാണല്ലേ? പേഷ്യന്റ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് നമ്മുടെ വണ്ടിയുടെ കിലോമീറ്ററും കാര്യങ്ങളും എല്ലാം എഴുതിയിട്ട്. അപ്പൊ ഈ വണ്ടിക്ക് ആംബുലൻസിനൊക്കെ ടെസ്റ്റ് വരുന്നത് ഇയർലി ആണോ? ആണ്. ഇതിന് വർഷത്തിലല്ലേ ടെസ്റ്റ് വരുന്നത്? പുത്തൻ വണ്ടിക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 2 വർഷം കൂടുമ്പോഴേ. അത് BS6 അല്ലേ ആ വണ്ടി വരുന്നത്? അപ്പൊ ഇത് BS4. അപ്പോൾ ഈ 2 വണ്ടിയിലും ഇന്റീരിയർ ക്യാബിൻ, ഡ്രൈവർ ക്യാബിനൊക്കെ ഏറെക്കുറെ സെയിം ആയിരിക്കത്തില്ലേ?
വണ്ടിയുടെ ഗിയർ തമ്മിൽ അതിനകത്തും തമ്മിൽ വ്യത്യാസം. അല്ല ഗിയർ അല്ല, ബാക്കി ഈ സ്വിച്ചസും സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ വ്യത്യാസം വരും അല്ലേ? ഇത് ഡി ലെവൽ ആംബുലൻസിന്റെ മാത്രം സ്വിച്ചസ് ആണ്. അല്ല ഇത് ഇതും തമ്മിൽ വണ്ടിക്ക് മോഡൽ വ്യത്യാസം വന്നപ്പോൾ സ്വിച്ചിന്റെ അങ്ങനെ സ്വിച്ച് മാറി അല്ലേ? ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നാണല്ലേ വരുന്നത്. അപ്പോൾ അതാണ് ആ ഒരു കാര്യം. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ്, അഭിലാഷ് ചേട്ടനും അതുപോലെ തന്നെ രാജേഷ് ചേട്ടനും. ഇവർ രണ്ടുപേരുമാണ് ഈ വൈറലായിട്ടുള്ള ആംബുലൻസിൻ്റെ സാരഥിമാർ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആ ഒരു 36 മണിക്കൂർ കൊണ്ട് വെസ്റ്റ് ബംഗാൾ കവർ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ കയറുന്ന ഒരു പേഷ്യൻ്റ്, ഏത് പേഷ്യൻ്റ് ആണെങ്കിലും നമ്മൾ എത്രയും വേഗം ഒരു ആശുപത്രിയിൽ അല്ലെങ്കിൽ അവരെ എത്തിക്കേണ്ട അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ചിന്ത. വേറെ ഒന്നും അതിൻ്റെ അകത്ത് വരത്തില്ല. നമ്മൾ കൊണ്ടുപോയ പേഷ്യൻ്റ് അത്രയ്ക്ക് സിക്കൊന്നും അല്ലായിരുന്നു, പക്ഷേ എന്നാലും പുള്ളിക്ക് ഫുഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാനോ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല പുള്ളിക്കാരന്. പുള്ളി എന്ത് പറ്റിയായിരുന്നു ആ പേഷ്യൻ്റ്? അത് കെട്ടിടം പണിക്കിടയ്ക്ക് മുകളിൽ നിന്ന് താഴേക്ക് വീണതാണ്. നട്ടലിന് താപ്പോട്ട് കാലിനും എല്ലാം നല്ലപോലെ ക്ഷതം പറ്റിയിട്ട് എഴുന്നേക്കാൻ പറ്റാത്തൊരു അവസ്ഥ, തളർന്നു പോയൊരവസ്ഥയിലേക്ക് മാറുമായിരുന്നു. ഇവിടെ പുള്ളിയുടെ ഭാര്യയും കുട്ടികളും ഒന്നും ഇല്ലാത്ത കാരണം ഭാഷ വിഷയം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് നാട്ടിലേക്ക് നേരെ അങ്ങോട്ട് കൊണ്ടുപോയായിരുന്നു. നിങ്ങൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ദൂരം കവർ ചെയ്തപ്പം അപ്പോൾ നിങ്ങൾ വണ്ടി ഓടിച്ചതും കാര്യങ്ങളൊക്കെ അതായത് മാറി മാറി ഓടിക്കുമായിരുന്നോ? അതെ, ഞങ്ങൾ മാറി മാറിയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്ര കിലോമീറ്റർ വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടോ? അതോ ഒരാൾ ടയേർഡ് ആകുമ്പോൾ അടുത്ത ആളങ്ങ് എടുക്കുക? അപ്പോൾ ഈ ഒത്തിരി അല്ലാതെ വയ്യാതെ, അതായത് ഇപ്പോൾ നമ്മളിലെ ഹാർട്ട് മാറ്റി വെക്കുന്ന അങ്ങനത്തെ ടൈപ്പ് പേഷ്യൻ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാനാ അതെങ്ങനെ അതിനെല്ലാം സമയം വണ്ടി നിർത്തി കഴിക്കുമായിരുന്നു? അതോ അല്ലാതെ മറ്റേ നമ്മൾ പോയ രാത്രിയിലൊന്നും അങ്ങനെ ഫുഡ് കഴിച്ചിട്ടൊന്നുമില്ല. പിറ്റേ ദിവസം ആണെങ്കിലും 2 നേരം കഴിച്ച് 2 നേരം അല്ല ഒത്തിരി ഇല്ല. അതിനുവേണ്ടി ഒന്നും സമയം ഒരുപാടൊന്നും കളഞ്ഞിട്ടില്ല. ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം അതാണ് സമയം കൂടുതൽ പോയത്. അല്ലാതെ സമയം കളഞ്ഞിട്ടില്ല. 4-5 പ്രാവശ്യം ഫുൾ ടാങ്ക് ഡീസൽ അടിക്കേണ്ടി വന്നു. അതിനുവേണ്ടി പമ്പിൽ നിൽക്കുന്ന ആ ഒരു സമയമാണ് കൂടുതലായിട്ടും വന്നല്ലേ. അപ്പോൾ ഇവിടുന്ന് അവരുടെ ബൈസ്റ്റാൻഡറായിട്ട് പോയതും മലയാളികളായിരുന്നു? അതോ? മലയാളികളല്ല, കൂടെ 2 പേരുണ്ടായിരുന്നു. ഒരാൾക്ക് മലയാളം അറിയാവുന്നതായിരുന്നു. 10 വർഷമായിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന പുള്ളിക്ക് നല്ലോണം മലയാളം അറിയാം. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം തന്നെയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം പുള്ളിക്കാരനെ കാണുന്ന ഈ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് സഹായിക്കാൻ നമ്മളുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു മനസ്സോടെ നല്ല സഹകരണം കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ? അതെ. അപ്പോൾ അതാണ് ഇവരുടെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഓണറുണ്ട്, ഓണറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതെ, ഇതാണ് ശ്യാം ചേട്ടനാണ് ഈ ഒരു വണ്ടി സ്വാന്തനം ഗ്രൂപ്പിൻ്റെ ഓണർ അല്ലേ? അതെ. അപ്പോൾ ചേട്ടാ, എന്താണ് ഈ ഒരു ആംബുലൻസ് ഫീൽഡിലോട്ട് വന്നത്? വേറെ ഒരുപാട് ജോലി ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഡ്രൈവർ ജോലി തന്നെ ഒരുപാടുണ്ടായിട്ടും എന്തുകൊണ്ട് ആംബുലൻസ് ഫീൽഡിലോട്ട് വന്നു? ഇതെൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയ പ്രസ്ഥാനമാണ് ഇത്. പിന്നെ അത് ഞാനും കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ. ആണോ? അതുപോലെ തന്നെ നമുക്കിപ്പോൾ നിലവിൽ എത്ര വണ്ടിയുണ്ട്? ഇപ്പം 4 ആംബുലൻസ് ഉണ്ട്. 4 എണ്ണം ഉണ്ടല്ലേ? ഇത് 3 വേറെ ഒരെണ്ണം? ഇത് 3 വേറെ ഒരെണ്ണം. അപ്പോൾ ഒരു BS6ഉം ബാക്കി BS4 ആണല്ലേ വരുന്നത്? ഇതാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ വണ്ടി. ഇതാണല്ലേ ലാസ്റ്റ് ഡി ലെവൽ വണ്ടി. അപ്പോൾ ഇത് വർക്കും കാര്യങ്ങളൊക്കെ എവിടെയാണ് ചെയ്തത്? ഇത് വർക്കും കാര്യങ്ങൾ ജോഷിൻ്റെ വർക്കായിരുന്നു. കൂടുതലും ജോഷിൻ്റെ വർക്കാണ്. പിന്നെ സാധാ കുറച്ച് വർക്ക് പുറത്തുനിന്നും ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഇവരുടെ ഈ ഒരു ലോഗോയും അതുപോലെ ബാക്കി ഈ ഡിസൈൻ ഫുള്ള് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആദർശ് ചേട്ടനാണ്. ആദർശ് ചേട്ടനൊരു മെയിൻ ഘടകമാണ് കേട്ടോ ഇവരുടെ. ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. ബാക്കി പോരട്ടെ. ഞാനാണ് ഡിസൈൻ ചെയ്തത്. ഫോട്ടോഗ്രാഫറായിട്ട് സ്റ്റുഡിയോ ഉണ്ട്, ഫിലിംസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഫിലിം സ്കിൽസ് എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ പരിപാടിയായിട്ട് നടക്കുകയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരുന്നാണ് ഡിസൈൻ ചെയ്തത്. ഫുള്ള് ഡിസൈൻ ചെയ്തത്. അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. താങ്ക് യു. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഈ ഒരു ഡി ലെവൽ ആംബുലൻസിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇനി ഒരു കിടിലം വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്. അതുപോലെ തന്നെ സാന്ത്വനത്തിൻ്റെ ഒരു മെയിൻ പ്രൊമോട്ടറാണ് കേട്ടോ നിൽക്കുന്നത്. എടാ, നിൻ്റെ പേരെന്തായിരുന്നു? നാഫിലാണ്. അപ്പോൾ മാസ്ക് ഒന്ന് മാറ്റിയ ഫേസ് ഒന്ന് കാണിച്ചു. അപ്പോൾ അതാണ്.